ആദ്യ പ്രേക്ഷകനായി എത്തുന്നത് ശ്രീ മുഹമ്മദ്. ഈ കെ ബി ഗണേഷ് കുമാറിന്റെ രാജിയൊക്കെ ഇന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. എന്തായാലും അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് ക്ഷമിച്ചുവെന്നും താൻ പരാതിയുമായി ഇനി പോകുന്നില്ല എന്ന് നമുക്ക് വ്യക്തമാക്കിയതോടുകൂടി ആ രാജി അധ്യായം എന്തായാലും അവിടെ അവസാനിക്കുന്നു. പക്ഷേ ഇത് ഇടതുമുന്നണിക്ക് ഒരു ബാധ്യതയായി മാറില്ലേ? മനു സാറേ നമസ്കാരമുണ്ട്. പറഞ്ഞോളൂ. പറയാണ് പിന്നെ ഒരു ബാധ്യതയും നമ്മളെ മന്ത്രി ഗണേശനെ കൊണ്ടില്ല. ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. അവരെ അതിന് മാപ്പ് പറഞ്ഞൊക്കെ റെഡിയാക്കി എല്ലാം ശരിയായി നിന്നു. ഇത് രാജിയൊക്കെ ഒന്ന് വിചാരിച്ചിട്ട് കാത്തിക്കണ്ട. എന്നാ ടൈം അങ്ങൊക്കെ ഒന്ന് ഓടിച്ച് തൂങ്ങ വേറുള്ളവർക്ക്. പിന്നെ ഞങ്ങള് മാങ്കൂട്ടത്തിന്റെ ശക്തിയോടുകൂടി പറയാൻ തന്നെ പുറപ്പെട്ടുകയാണ്. ശ്രീ മുഹമ്മദ് മഞ്ചേരി, എന്റെ ഒരു ചോദ്യം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഉന്നയിക്കുമ്പോഴൊക്കെ ആളുകൾ ചോദിക്കില്ലേ, നിങ്ങളുടെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിക്കെതിരെ പറഞ്ഞത് നാട്ടുകാരുമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണ് ഇന്നലെ വന്ന് പരസ്യമായി പറഞ്ഞത്. അരുതാത്ത ചിലതൊക്കെ അദ്ദേഹത്തിന്റെ ബെഡ്റൂമിൽ കണ്ടുവെന്നും തന്നെ അദ്ദേഹത്തിന്റെ മന്ത്രിയുടെ സ്റ്റാഫ് തന്നെ പിടിച്ചു തള്ളിയെന്നും തന്റെ മൊബൈൽ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചുവെന്നും അവസാനം പോലീസിൽ വിളിച്ചുവെന്നും ഒക്കെ പറഞ്ഞത് അവരാണ്, അല്ലാതെ വേറെ നാട്ടുകാരുമല്ല. ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉയരില്ലേ? അതൊക്കെ ശരിയാണ്. അത് നമ്മുടെ ആളുകൾ ചെയ്താൽ കുഴപ്പമില്ല, അവരുടെ ആളുകൾ ചെയ്താൽ തെറ്റ്, അങ്ങനെയാണോ? അതല്ല, അത് പറയുന്നത് കേൾക്കൂ സാറേ, ഞാൻ പറയാം. അതെന്തോന്ന് വെച്ചാൽ അവര് മുമ്പ് നേരത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. വേറും അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായിരുന്നൊക്കെ പോകുന്നതാണ്. ഇപ്പോ ഇത് കുത്തിപ്പൊന്തിച്ചത് മറ്റുള്ളവരാണ്. അപ്പൊ ഈ മറ്റുള്ളവർ അതാരെ മുഹമ്മദ് മഞ്ചേരി? മറ്റുള്ളവർ ഇത് കുത്തിപ്പൊന്തിച്ചത് ആരാണ്? ഞങ്ങളപ്പുറത്തെ പാർട്ടി. നിങ്ങളുടെ അപ്പുറത്തെ പാർട്ടി അല്ലല്ലോ ഇന്നലെ ഇത് കുത്തിപ്പൊന്തിച്ചത്. ഇന്നലെ ഇത് കുത്തിപ്പൊന്തിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയല്ലേ പരസ്യമായ ചാനലിലൂടെ പ്രതികരിച്ചത്, അല്ലാതെ മറ്റുള്ള പാർട്ടി അല്ലല്ലോ. അത് ഏറ്റെടുത്തത് മറ്റുള്ളവർ. പിന്നെ മറ്റു പാർട്ടിക്കാർ ഏറ്റെടുക്കില്ലേ? ഒരു മന്ത്രിക്കെതിരെ ഒരു സ്ത്രീ വന്ന് പരസ്യമായി ആരോപണം ഉന്നയിച്ചാൽ ഏറ്റെടുക്കാതിരിക്കാൻ മറ്റുള്ളവരാരാ? അത് യു ഡി എഫിന് ഏറ്റെടുക്കണ്ടേ? ഏറ്റെടുത്ത് ഒരു നടത്തിക്കോട്ടെ. അപ്പൊ നിങ്ങൾ പറയുന്നത് മന്ത്രി ചെയ്തത് വളരെ നല്ല പ്രവൃത്തിയാണ്, മന്ത്രി നിങ്ങൾക്ക് പ്രതിച്ഛായ മെച്ചപ്പെടുത്തി തരുന്ന ആളാണെന്നാണ് അല്ലേ? അല്ല, കോടതിയിൽ നിന്ന് ഇപ്പൊ അവരുണ്ടാക്കിയത് ഇപ്പൊ ഇവിടെ ഗവൺമെന്റ് നാണക്കേട് ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ടാക്കി. അത് ഗവൺമെന്റ് ഏറ്റവും ശുദ്ധമാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തു. അതല്ലല്ലോ ഈ വിഷയം പറയൂ ശ്രീ മുഹമ്മദ്. നമ്മൾ ആ വിഷയം പറയുമ്പോൾ അത് പറയാം. അപ്പൊ ഈ വിഷയത്തിൽ താങ്കളുടെ അഭിപ്രായം, കെ ബി ഗണേഷ് കുമാർ ഈ മന്ത്രിസഭയ്ക്ക് അഭിമാനമായ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഗുണം ചെയ്യുന്ന ഒരു മന്ത്രിയാണ്, അങ്ങനെയല്ലേ? ശരി, എന്തായാലും മുഹമ്മദ് മഞ്ചേരിയുടെ അഭിപ്രായം എന്തായാലും പ്രത്യേകമായി കേട്ടിരിക്കേണ്ടത് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് കെ ബി ഗണേഷ് കുമാറിന്റെ ഇന്നലത്തെ പ്രവൃത്തിയൊക്കെ മുന്നണിക്കും സർക്കാരിനും ഗുണം ചെയ്യുമെന്നാണ്. ശ്രീ സന്തോഷാണ് കാസർഗോഡ്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതുവരെയും മുഖ്യമന്ത്രിക്കുണ്ടായിരുന്ന ഒരു പ്രതിച്ഛായയുണ്ട്, ഈ സർക്കാരിനുണ്ടായിരുന്ന സ്ത്രീ സുരക്ഷാ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സർക്കാരാണ് എന്നൊക്കെ. ആ തരത്തിലേക്കുള്ള ചില പരസ്യങ്ങളുമൊക്കെ സർക്കാർ ബോധപൂർവം അല്ലെ അത്തരം പരസ്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ആ പ്ലസ് പോയിന്റിനെ കൂടി ഇല്ലാതാക്കുന്നതാണോ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ഗണേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ വലിയ വിവാദവും വീഴ്ചകളും ഒക്കെ? അതായത് LDF തീവ്രത അളന്നോക്കിയപ്പോ തീവ്രത കുറവായിരുന്നു. അതുകൊണ്ട് ഇനി രാജിവെക്കേണ്ട ആവശ്യമില്ല. അതെ, തീവ്രതയാണല്ലോ നോക്കുന്നത്. സന്തോഷ്, രാജിവെക്കണ്ട എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ പരാതിയില്ല എന്ന് പറഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ സാങ്കേതികമായോ അല്ലെങ്കിൽ നിയമപരമായോ അങ്ങനെ ഒരു വിഷയം നിലനിൽക്കുന്നില്ല. ഇവര് പൊക്കിപ്പിടിക്കുന്ന ഒരു ധാർമ്മികതയുണ്ടല്ലോ, അതുണ്ടല്ലോ. 2013 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇതേ കുടുംബ പ്രശ്നത്തിലാണ് അന്ന് പിണറായി വിജയനായിരുന്നു പറഞ്ഞത് രാജിവെക്കണം. അന്ന് ഈ ഗണേഷ് കുമാർ 2013. ഇന്ന് ആ ധാർമ്മികത എവിടെ പോയി? പിന്നെ മുൻ മഞ്ചേരി പ്രേഷം പറഞ്ഞ പോലെ ഇത് കോൺഗ്രസ് അല്ല കുത്തിപ്പൊക്കിയത്, സ്വന്തം ഭാര്യ തന്നെയാ പറഞ്ഞത്. ഞാൻ അവിടെ വന്നപ്പോൾ ബെഡ്റൂമിൽ എനിക്ക് കാണാൻ പറ്റാത്ത ദൃശ്യങ്ങൾ കണ്ടു. ഞാൻ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഡ്രൈവർ വന്ന് തടഞ്ഞു, അല്ലേ? പോലീസിനെ വിളിച്ചു വന്നു ഗേറ്റിന് പുറത്തു നിന്നു പോലീസ്. ഈ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസല്ലേ ഇത്? ഈ സ്ത്രീക്ക് എന്ത് പറ്റി? പിറ്റത്തെ ദിവസം അത് ഭാര്യ ഒത്തുതീർപ്പാക്കി വീട്ടിൽ കയറ്റാം. പക്ഷെ ഒരു പൊതുപ്രവർത്തകന്റെ അടുത്ത് എത്ര പെണ്ണുങ്ങൾക്ക് പോവാം? ഇവര് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എന്ന് വെച്ചാൽ കേസല്ലാതെ അല്ല, എല്ലാ സ്ഥാനത്ത് പോലും നിർത്താൻ പാടില്ല. പക്ഷെ ഇവർ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, എതിർ സൈഡ് വരുമ്പോഴത്തേക്ക് എത്ര സ്ത്രീകൾക്ക് അവരെ വീട്ടിൽ കയറി പോവാം? അടുത്തൊന്നും വേണ്ട, അടുത്ത് പറഞ്ഞ പി ശശിയുടെ ഇത് വന്ന സമയത്ത് പാലക്കാട് ജില്ലയില് അവിടെ നിന്ന് തന്നെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം പറഞ്ഞല്ലോ, ഇനി ധൈര്യമായിട്ട് ബ്രാഞ്ച് ഓഫീസിൽ വരാം, അല്ലെ? പാർട്ടി ഓഫീസിൽ ഇനി ധൈര്യമായിട്ട് സ്ത്രീകൾക്കെല്ലാം വരാം, ഒരു കുഴപ്പമില്ല. ആഭാസം പുറത്തു പോയി എന്നാ പറഞ്ഞത്. ഈ ആഭാസന മന്ത്രിസഭയിൽ ഇരുത്തിയിട്ടല്ല ഈ പ്രവൃത്തി കാണിക്കുന്നത്. അതുകൂടാതെ ഗണേഷ് കുമാർ പറഞ്ഞതാണ്
എനിക്ക് ഒരു പ്രേമമല്ല 5000 പ്രേമങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അത് പ്രേമമില്ലാത്തവൻ എന്ന ഷണ്ടനാണെന്ന അങ്ങനെയൊക്കെയല്ല പറഞ്ഞത്. മറ്റുള്ളവരെ അധിക്ഷേപിക്കുകയല്ലേ ചെയ്തത്. ഈ രീതിയിലുള്ള പ്രേമമല്ല വേണ്ടത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ധാർമ്മികത പിടിച്ചുകൊണ്ട് പിണറായി വിജയന്റെ ടീം ഇപ്പുറത്ത് രാജിവെക്കണമെന്ന് പറഞ്ഞതും ഇപ്പോൾ എവിടെ പോയി ധാർമ്മികത? ഇതൊക്കെ ഈ ഉമ്മൻചാണ്ടിക്ക് കൊടുത്ത പണിയുണ്ടല്ലോ. കഴിഞ്ഞ ഈ 2 മാസം മുമ്പല്ലേ ഈ ഗണേഷ് കുമാർ പറഞ്ഞ എന്റെ കുടുംബം കുളം തോണ്ടിയത് ഉമ്മൻചാണ്ടിയാണെന്ന് അല്ലേ? ഇപ്പൊ എവിടെ ആര് തോണ്ടി? സ്വന്തം സാധനങ്ങൾ സ്വന്തം സ്ഥലത്ത് ഇരിക്കണം, മറ്റിടത്തേക്ക് കയറാനല്ല പോകേണ്ടത്. ഇതിലേക്ക് അടുക്ക വെള്ളം കുടിക്കണം. ഓക്കെ, ശരി. താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീ പീതാംബരനാണ്, പള്ളുരുത്തിയിൽ നിന്നാണ്. ശ്രീ പീതാംബരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? യഥാർത്ഥത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിപ്പോൾ ഒരു രാജി ഒഴിവായി എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ആശ്വാസമാണ്. പക്ഷേ സർക്കാരിന് അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ഈ വരുന്ന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയമൊക്കെ ഉന്നയിച്ച് പ്രതിപക്ഷത്തെ ആക്രമിക്കാനുള്ള അവസരം, അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷാ പ്രതിച്ഛായ, മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായക്ക് ഉയർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള നീക്കം, ഈ 2 വിഷയത്തിലും സർക്കാരിന് തിരിച്ചടിയല്ലേ യഥാർത്ഥത്തിൽ ഈ ഗണേശിന്റെ വിവാദം? അത് രണ്ടും രണ്ടല്ലേ, നമ്മ രണ്ടായിട്ട് കാണണ്ടേ? കാരണം ഗണേഷ് കുമാറിന്റെ കുടുംബത്തിൽ ഇപ്പോഴുള്ള പ്രശ്നമല്ല. അച്ഛൻ മരിച്ചതിന് ശേഷം, അതായത് ആർ ബാലകൃഷ്ണപിള്ള മരിച്ചതിന് ശേഷം അവിടെ പ്രശ്നങ്ങളുണ്ടായി, സ്വത്തുതർക്കം ഉണ്ടായി, പെങ്ങളുമായിട്ട് തെറ്റി. ആ രൂപത്തിൽ നിൽക്കുമ്പോൾ അവർ നാത്തൂനും കൂടി ഒന്നിച്ചു എന്നല്ലാണ്ട് അതിലിപ്പോ വേറെ പ്രശ്നം തീരണ്ടേ? കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം ഇതും കൂടി ഒന്നിച്ചു മുമ്പ് കിട്ടുന്നത് എന്തിനാണ്? ഒരു കുടുംബ പ്രശ്നമല്ലേ ഇത്? ആ സ്ത്രീകൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ദോഷത്തിൽ വല്ലതൊക്കെ വിളിച്ചു പറയും. ആ സ്ത്രീകളുടെ ഒരു സ്വഭാവമാണത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.